പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, മഹാനായ ഖാജ ഗരീബ് നവാസ് അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹു മഹാനവറുകള് ഒരുപാട് പാവങ്ങൾക്ക് അത്താണിയായി ജീവിച്ച മഹാനാണ്. ചെറുപ്രായത്തിൽ ഖാജ റളിയല്ലാഹു അൻഹു അവിടുത്തെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ചെറുപ്രായത്തിൽ ഈ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. ഖാജ തങ്ങളെ പറ്റി പഠിക്കുമ്പോൾ ഈ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. ചെറുപ്രായത്തിൽ ഖാജ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഇത് അഖ്ബല അലൈഹി തിഫ്ലുൻ ഫഖീർ, വളരെ പാവപ്പെട്ട ദരിദ്രനായ ഒരു കുട്ടിയെ ആ വഴിയിൽ കണ്ടു. എന്താ കുട്ടിന്റെ പ്രത്യേകത എന്നറിയുങ്ങൾ? കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുള്ളത്. പെരുന്നാളിന്റെ ദിവസം ഇങ്ങനെ മോശമായ ഒരു കീറിപ്പറിഞ്ഞ വസ്ത്രം തൊട്ട് ദരിദ്രമായ രൂപത്തിൽ ഒരു കുട്ടിയെ കണ്ടപ്പോ ഖാജാക്ക് വല്ലാത്ത വിഷമായി. അങ്ങനെയാണ് നമുക്ക് അങ്ങനത്തെ ഒരു കാണുമ്പോ നമുക്കൊരു വിഷമം വേണം. പടച്ചോനെ, അതോടൊപ്പം നമുക്ക് അല്ലാഹു തന്ന നിഅമത്തിനെ പറ്റി ഓർമ്മയും വേണം. ഖാജ ചെറിയ കുട്ടിയാണ്. മറ്റൊരു കുട്ടിയുടെ ആ ഒരു വിഷമ അവസ്ഥ കണ്ടപ്പോ, ആ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ കണ്ടപ്പോ ഖാജ തങ്ങളാകുന്ന കുട്ടിക്ക് വിഷമം വന്നു. ആ കുട്ടിയോട് വിവരം അന്വേഷിച്ചു. ഇന്ന് പെരുന്നാളിന്റെ ദിവസമായിട്ട് എന്തേ പുതിയ വസ്ത്രമൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, എന്റെ വാപ്പ മരണപ്പെട്ടു പോയി, ഞാൻ യതീമാണ്, എനിക്ക് വസ്ത്രം വാങ്ങിത്തരാൻ ആരുമില്ല. ഇത് കേട്ടപ്പോ ഖാജ തങ്ങൾക്ക് വല്ലാത്ത വിഷമായി. ഫഅഖദ ബിഹി ഇലാ ബൈതിഹി, ഖാജ തങ്ങൾ ആ കുട്ടിയെയും കൂട്ടിയിട്ട് ഖാജ തങ്ങളെ വീട്ടിലേക്ക് പോയിട്ട് ഖാജ തങ്ങൾക്ക് പെരുന്നാളിന് ധരിക്കാൻ വേണ്ടി വെച്ച പുതിയ വസ്ത്രം ആ പാവപ്പെട്ട കുട്ടിക്ക് നൽകുകയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് അത്താഉർ റസൂൽ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അതുകൊണ്ട് തന്നെ ഖാജ തങ്ങൾ അറിയപ്പെടുന്നത് ഗരീബ് നവാസ്, പാവങ്ങളുടെ അത്താണിയാണ്. അങ്ങനെയാണ് നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ പാവങ്ങൾ വരുമ്പോ അവരെ നമ്മൾ പരിഗണിക്കാതിരിക്കരുത്. നമ്മളെ കൊണ്ടുള്ളത് കൊടുത്ത് അവരെ നമ്മൾ സഹായിക്കണം. ഇന്ന് ഹസൻ അൽ ബസരി തങ്ങൾ ആണ്ടിന്റെ ദിവസം നമ്മൾ മാഷാ അല്ലാഹ് നമ്മൾ ഓതിയതിന്റെ എല്ലാത്തിന്റെ ഒരുപാട് മുഅ്മിനീങ്ങൾ ഓതി വെച്ചതുണ്ട്. അതൊക്കെ നമ്മൾ ഹസനുൽ ബസരി തങ്ങളെ ഹളറത്തിലേക്ക് സമർപ്പിക്കാൻ. മഹാനവറുകളുടെ ഉന്നതിക്ക് ഉയർച്ചക്ക് കാരണം എന്താ? ഉമ്മന്റെ പ്രാർത്ഥന. അതോടൊപ്പം തന്നെ എല്ലാ ആലിമീങ്ങളെ കൊണ്ടും സാദാത്തുക്കളെ കൊണ്ടും ദുആ ചെയ്യിപ്പിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഖാജ തങ്ങളെ ചരിത്രത്തിലും കാണാം. ഖാജ തങ്ങളെ ഉയർച്ചക്ക് കാരണം എന്താ അറിയുങ്ങൾ? ആ ഉസ്താദുമാരെ കാണുമ്പോൾ, തങ്ങന്മാരെ കാണുമ്പോഴൊക്കെ മന്ത്രി ചോദിപ്പിക്കണം മക്കളെ. അത് മക്കൾ നന്നാവാൻ വല്ലാത്ത കാരണമാണ്. ഇപ്പൊ മക്കളൊക്കെ ഓരോ ചീത്ത കൂട്ടുകെട്ടിലും മൊബൈൽ ഫോണിന്റെ അഡിക്ഷനും അങ്ങനെ ലഹരിയിലും ഒക്കെ ആയിട്ട് അടിമപ്പെടുന്ന, മാതാപിതാക്കൾ പറഞ്ഞത് കേൾക്കാത്ത മക്കളായിട്ട് മാറുന്നൊരു കാലം. ഈ കാലഘട്ടത്തിൽ നമ്മളെ മക്കൾ നന്നാവണമെങ്കിൽ എന്താ ചെയ്യേണ്ടമാരെ? എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് മഹാന്മാരെ കൊണ്ട്, ഉസ്താദുമാരെ കൊണ്ട്, സാദാത്തുക്കളെ കൊണ്ട് നമ്മളെ മക്കളെ മന്ത്രിപ്പിച്ചു കൊടുക്കണം, ദുആ ചെയ്യിപ്പിക്കണം. നല്ല നല്ല മജ്ലിസ് വരുമ്പോഴൊക്കെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കണം. ഖാജ തങ്ങൾ വലിയ ഉയർച്ചയിലേക്ക് എത്താനുള്ള കാരണം എന്താണെന്നറിയോ? ഖാജ തങ്ങള് 10 വയസ്സുള്ളപ്പോ ഖാജ തങ്ങൾക്ക് 10 വയസ്സുള്ളപ്പോ ഖാജ തങ്ങൾ ഉപ്പ മരിച്ചുപോയി. 10 വയസ്സേ ഉള്ള അജ്മീർ ഖാജക്ക്. ആ സമയത്ത് ഖാജ തങ്ങൾ ഉപ്പ മരിച്ചുപോയി. പിന്നെ ഉമ്മയാണുള്ളത്. ഉമ്മാക്ക് താങ്ങും തണലുമായി ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ ജീവിച്ചു. ഉപ്പയുടെ അനന്തരാവകാശമായി കിട്ടിയ ഒരു മുന്തിരിത്തോട്ടമാണുള്ളത്. ഖാജ തങ്ങൾ ആ മുന്തിരിത്തോട്ടത്തിൽ ഇങ്ങനെ ജോലികളൊക്കെ എടുക്കും. ആ തോട്ടമൊക്കെ നനയ്ക്കുകയും മറ്റൊക്കെ ചെയ്യും. ഖാജ തങ്ങൾക്ക് 14 വയസ്സുള്ള സമയത്ത് ചരിത്രത്തിൽ കാണാം വലിയ ഒരു ഉന്നതിയിലേക്ക് ഖാജ തങ്ങൾ എത്താൻ കാരണമാകുന്ന ഒരു ചരിത്രമാണ്. 14 വയസ്സ് ഖാജ തങ്ങൾക്കുള്ള സമയത്ത് ഒരു ദിവസം ഖാജ തങ്ങൾ മുന്തിരിത്തോട്ടത്തിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത്
ആ തോട്ടത്തിലേക്ക് ഒരു മഹാൻ കടന്നു വരിക. ഖാജ തങ്ങൾക്ക് അറിയില്ല ഇത് വലിയ മഹാനാണെന്നൊന്നും അറിയില്ല. എന്താണ് ആ മഹാന്റെ പേര്? അഷേഖ് ഇബ്രാഹിമുൽ ഖന്ദൂസി റളിയല്ലാഹു അൻഹു. ഈ മഹാൻ ആ തോട്ടത്തിലേക്ക് വന്നപ്പോ ഈ 14 വയസ്സുള്ള ഖാജ തങ്ങളാകുന്ന കുട്ടിയാണ് കാണുന്നത്. പരസ്പരം അറിയില്ല. ആ മഹാൻ ഈ ഖാജയാകുന്ന കുട്ടിയോട് ചോദിച്ചു, നിങ്ങളെ തോട്ടത്തിൽ നിന്ന് ഒരല്പം മുന്തിരി എനിക്ക് തരോ? നിങ്ങളെ തോട്ടത്തിൽ നിന്ന് അല്പം മുന്തിരി എനിക്ക് കഴിക്കാൻ തരോ മോനെ? എനിക്ക് വിശത്തിട്ടാണ് മോനെ, തരോ എന്ന് ചോദിച്ചപ്പോ അജ്മീർ ഖാജ തങ്ങള് 14 വയസ്സുള്ള മോന് വളരെ സന്തോഷത്തോടെ മുന്തിരിയിൽ നിന്ന് അല്പം എടുത്തു കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോ തന്നെ ആ മഹാൻക്ക് മനസ്സിലായി ഇതൊരു ലക്ഷണമൊത്ത കുട്ടിയാണ്. ഇത് സാധാരണ കുട്ടികളെ പോലൊരു കുട്ടിയൊന്നല്ല, ഇത് വളരെ ലക്ഷണമൊത്ത നല്ല ഒരു മോനാണ്. ഇത് വലിയ പദവികളിലേക്ക് എത്തേണ്ട ഒരു മോനാണ്. ആ മഹാൻക്ക് അപ്പം തന്നെ മനസ്സിലായി. ആ മഹാനവറുകൾ എന്ത് ചെയ്തു എന്നറിയോ? അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന റൊട്ടിക്കഷ്ണം, ആ റൊട്ടിക്കഷ്ണം, ആ മഹാന്റെ കീസിൽ റൊട്ടിക്കഷ്ണം ഉണ്ടായിരുന്നു. ആ ഉണങ്ങിയ റൊട്ടിക്കഷ്ണം എടുത്തിട്ട് ആ ഇബ്രാഹിമുൽ ഖന്ദൂസി എന്ന മഹാൻ അവിടുത്തെ വായിലിട്ട് ചവച്ചരച്ച് എന്നിട്ട് ഈ കുട്ടിക്ക് കൊടുത്തു. ഏത് കുട്ടിക്ക്? ഖാജ തങ്ങളാകുന്ന 14 വയസ്സുള്ള കുട്ടിക്ക് കൊടുക്കാൻ. നമ്മളാണെങ്കിൽ ഉസ്താമാര് വായിലിട്ടില്ല, തങ്ങന്മാര് വായിലിട്ട് തന്ന ചിലപ്പോ നമുക്ക് കഴിക്കാൻ ചിലപ്പോ മടിയുണ്ടാവും. അങ്ങനെ പാടില്ല. ആ മഹാനവറുകൾ ഇബ്രാഹിമുൽ ഖന്ദൂസി റളിയല്ലാഹു അൻഹു വായിലിട്ട് ചവച്ചരച്ച് ആ റൊട്ടി കഷ്ണം അജ്മീർ ഖാജയാകുന്ന 14 വയസ്സുള്ള കുട്ടിക്ക് അത് നൽകിയപ്പോ മഹാനവറുകൾ അത് സന്തോഷത്തോടുകൂടെ കഴിക്കുകയാണ്. അതേ ചരിത്രം പറയുകയാണ്. അതിനുശേഷമാണ് ഖാജാ തങ്ങൾക്ക് വലിയ ഉന്നതമായ സ്ഥാനങ്ങളിലേക്കുള്ള കയറ്റം. അതിനുശേഷമാണ് മഹാനവറുകൾക്ക് സുഹൃദ് അനുഭവപ്പെട്ടത്. അത് കാരണമാണ് മഹാനവറുകൾ വലിയ ഉന്നതമായ പദവികളിലേക്ക് എത്തിയത്. അത് കാരണമാണ്. അപ്പൊ നമ്മൾ ഉസ്താദുമാരെ കൊണ്ട്, ആലിമീങ്ങളെ കൊണ്ട്, സദാത്തുക്കളെ കൊണ്ടൊക്കെ നമ്മുടെ മക്കളെ മന്ത്രിപ്പിക്കണം. മക്കള് നമ്മളെ ഭാര്യ പ്രസവിച്ചാൽ, നമ്മളെ മോള് പ്രസവിച്ചാൽ അവർക്ക് ആദ്യം നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കുമല്ലോ. ആ കൊടുക്കുന്ന സമയത്ത് അത് ഉസ്താദുമാരെ കൊണ്ട്, തങ്ങന്മാരെ കൊണ്ടൊക്കെ കൊടുപ്പിച്ചാൽ അതിനൊക്കെ വലിയ ബറക്കത്താണ്. അല്ലാഹു നമുക്ക് വലിയ ഖൈർ നൽകട്ടെ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് വലിയ നല്ല ഖൈർ നൽകട്ടെ. അപ്പൊ മക്കൾ നന്നാവാനുള്ള ഏറ്റവും നല്ല എളുപ്പ വഴിയാണെന്ന് പറഞ്ഞു. ഇന്ന് ഉസ്താദുമാരെയും മറ്റൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ട്രോളുന്ന കാലമാണ്. ആർക്കും എന്തും വിളിച്ചു പറയാൻ അല്ലേ ഒരു മടിയുമില്ലാത്തൊരു കാലമാണ്. നമ്മൾ സൂക്ഷിക്കണം. ആരെയും നമ്മൾ കുറ്റം പറയുന്ന ഒരു നാവ് നമ്മളിൽ ഉണ്ടാകരുത്. എന്റെ മജ്‌ലിസ് കേൾക്കുന്ന കുടുംബങ്ങൾ പ്രത്യേകം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ആരെയും കുറ്റം പറയുന്ന ഒരു ജീവിതം നമ്മളിൽ ഉണ്ടായിക്കൂടാ. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.